ചെമ്മീൻ ബിരിയാണി വെക്കാൻ പോണ്. 1/2 കിലോ ചെമ്മീൻ, 2 ഗ്ലാസ് അരി, 2 സവാള, പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത്, കുറച്ച് മല്ലിയില, പുതിനയില, കശുവണ്ടി, മുന്തിരി, സവാള വറുത്ത് വെച്ചത്, പട്ട, ജീരകം, കുരുമുളക്, ഏലക്ക. കുറച്ച് നെയ്യ് ഒഴിക്കണേന്. കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണേന്. ചതച്ച് വെച്ച പേസ്റ്റ് ഇടണേന്. രണ്ട് ചെറിയ തക്കാളി ഇട്ടിട്ടാ. വാടണ വരെ കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു തണ്ട് വേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. തീ എപ്പോഴും മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇടാക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതെ, വാടിയിട്ടുണ്ട്. ഇനി മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതെ, 1.5 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കണേന്. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കണം. കറി മസാല ചേർത്ത് കൊടുക്കണം. ഇട്ടാൻ പോകുന്നു. അതെ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ ചേർത്ത് കൊടുക്കണേന്. വലിയ ചെമ്മീൻ കിട്ടുകയാണെങ്കിലും ഇതുപോലെ ബിരിയാണി വെക്കാം. ഇപ്പം ഞാൻ എടുത്തേക്കണ ചെറിയ ചെമ്മീനാണ്, അതാണ് എനിക്കിന്ന് കിട്ടിയത്. ഇനി കുറച്ച് നേരം ഇതിട്ട് നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ചെമ്മീൻ വെച്ചാലും ടേസ്റ്റാണ്. തെള്ളിച്ചെമ്മീനാണ്. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അരക്ക് പിടിക്കും. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. സിമ്മിലിട്ടിട്ട് അരി ഇടാൻ പോണം.
മല്ലിയിലയും പുതിനയിലയും ഇടാൻ പോകണം. കശുവണ്ടിയും മുന്തിരി സവാളയും കൂടി വറുത്തതും കൂടി ഇട്ട് കൊടുക്കണേ. കുക്കർ അടക്കാൻ പോകണം. കുക്കർ അടച്ചു കഴിഞ്ഞ് 2 വിസിൽ വന്നതിൻ്റെ ശേഷം നമുക്ക് തുറക്കാം. രണ്ട് വിസിലടിച്ചു. ഞാൻ തീ ഓഫ് ചെയ്യാനാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. കുക്കർ തുറക്കാൻ പോകണേന് നമ്മുടെ ബിരിയാണിയുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.